2-3 ദിവസമായിക്കൊണ്ട് എൻ്റെ ഞാൻ പറയില്ല, കഴിഞ്ഞ 2-3 ദിവസമായിക്കൊണ്ട് അദ്ദേഹം, അതായത് എക്സ് ഹസ്ബൻഡ്, വളരെ കണ്ടിന്യൂസ് ആയിട്ട് ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുന്നു. ഞാനിത് പറയണോ വേണ്ടതെന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ ആദ്യം ആളുടെ അടുത്ത് തന്നെ ഞാൻ പറഞ്ഞു, എന്നെ വിളിക്കേണ്ട, എനിക്ക് സംസാരിക്കാനും കേൾക്കാനും പറയാനും ഒന്നുമില്ല. എല്ലാവർക്കും നമസ്കാരം. ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. ദീപ്തി ടീച്ചർ, സീതത്തോട് എല്ലാവർക്കും അറിയാലോ, ഞാൻ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തണ്ട. ഞാൻ ഇവരുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. എല്ലാം സപ്പോർട്ടീവായിട്ടാണ് ചെയ്തിട്ടുള്ളത്. കുറച്ച് നാളുകൾക്ക് മുന്നേ വീഡിയോ ചെയ്ത സമയത്ത് റാണി പി സദാശിവനുമായിട്ട് റിലേറ്റ് ചെയ്ത് കമന്റ്, അന്നത്തെ ആ ഇഷ്യൂമായി ബന്ധപ്പെട്ട് വീഡിയോ ചെയ്ത സമയത്ത് എന്നെ ഒരു 4 പേര് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇവരുമായി റിലേറ്റ് ചെയ്തിട്ട് കാര്യങ്ങൾ സംസാരിക്കാൻ. അതിൽ ഒരാൾ സംസാരിച്ച വിഷയം, ഇവർ ഈ ആദിവാസി പിള്ളേരുടെ ഇടയിൽ പോയിട്ട് കാണിക്കുന്നതെല്ലാം പ്രഹസനമാണെന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വേറെ ഒരാൾ വേറെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, മറ്റൊരാൾ വേറെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, മറ്റേ ആൾ ഇവർ രണ്ടുപേരും പറഞ്ഞ കാര്യവും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ചധികം ആൾക്കാർ, ഒരു 4 പേര് കോണ്ടാക്ട് ചെയ്തിട്ട് കുറച്ച് കാര്യങ്ങൾ ഇവരെ കുറിച്ചിട്ട് കുറ്റമാണ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ആ സമയത്ത് അതങ്ങ് ഓക്കെ എന്നുള്ള രീതിയിൽ അവർ എൻ്റെ അടുത്ത് പറഞ്ഞതിന് മാന്യമായ രീതിയിൽ ഞാൻ റിപ്ലൈ കൊടുത്തു. അത് ആ രീതിയിൽ അങ്ങ് വിട്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ റീസെന്റ് ദീപ്തി ടീച്ചർ വീഡിയോസ് ഒന്നും ഇടാതെ കാണാനില്ലാത്തൊരു പരുവത്തിൽ ഇരിക്കുകയായിരുന്നു ഒരു 10-16 ദിവസത്തോളം. അതായത് അവരുടെ ചാനലിൽ ഇടുന്നതെല്ലാം പഴയ വീഡിയോസ് ആണെന്നാണ് പറയുന്നത്. അങ്ങനെ വന്നപ്പോൾ അവർ 4 ദിവസം മുന്നേ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ അത് ആദ്യം ഒന്ന് വായിക്കാം. എന്റെ പ്രിയപ്പെട്ടവരെ, വലിയൊരു പ്രതിസന്ധിയിലൂടെയാണ് ഞാൻ ഇപ്പോൾ കടന്നു പോകുന്നത്. വേണമെങ്കിൽ നിങ്ങളോട് എല്ലാം മറച്ചു വെക്കാം. നാളുകൾക്ക് ശേഷം ഇന്നാണ് എനിക്ക് ഫോൺ ഉപയോഗിക്കാൻ പറ്റുന്നത്. ഫോണിൽ നേരത്തെ ഉണ്ടായിരുന്ന വീഡിയോകളാണ് പലപ്പോഴായി കുഞ്ഞാവ അപ്ലോഡ് ചെയ്യുന്നത്. ചിലപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ നിന്നും മറ്റു ഹോസ്പിറ്റലിൽ പോകേണ്ടതായി വരാറുണ്ട്. അങ്ങനെ നിങ്ങളിൽ പലരെയും കണ്ടിട്ടുമുണ്ട്. എന്റെ തുറന്നു പറച്ചിലിൽ എന്തു വന്നാലും ഞാൻ നേരിടാൻ ഒരുക്കമാണ്. ഒരുപാട് കുഞ്ഞുങ്ങൾ, അമ്മമാർ, അച്ഛന്മാർ എല്ലാവരും ഈ സന്ദർഭം മനസ്സിലാക്കി കൂടുതൽ ആളുകളെ ജീവിതത്തിലേക്ക് കൂടെ കൊണ്ടുവരും. ഞാൻ ഇപ്പോഴും ഹോസ്പിറ്റലിൽ ആണ്. എന്തൊക്കെയാണ് ചുറ്റും നടക്കുന്നത് എന്നും അറിയില്ല. കുഞ്ഞാവ ചിലപ്പോൾ തിരികെ പോകും. ഫോൺ ഞാൻ കൊടുത്തുവിടും. പ്രാർത്ഥനയിൽ ഓർക്കുക. എന്താണ് പ്രശ്നം എന്നറിയാൻ വീട്ടുകാരെ വിളിച്ച് ബുദ്ധിമുട്ടിക്കാതിരിക്കുക. അമ്മയുടെ മാനസികാവസ്ഥ ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. തൽക്കാലം ഫോണിലുള്ള വീഡിയോസ് ഉള്ളത് പോലെ ഇടും എന്ന് സ്വന്തം ദീപ്തി എന്ന് പറഞ്ഞിട്ട് ദീപ്തി ടീച്ചർ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. കമ്മ്യൂണിറ്റി പോസ്റ്റാണ്. 4.5K ലൈക്ക് ഉണ്ട്, 825 കമന്റും ഉണ്ട്. ദീപ്തി ടീച്ചർ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടതിനെ തുടർന്നിട്ട് ഇവരുടെ ഫോളോവേഴ്സ് മൊത്തം ആകുലപ്പെടുന്ന ഒരു അവസ്ഥയിലായിട്ട്, എന്താടാ ദീപ്തി ടീച്ചർ സംഭവിച്ചത്, പെട്ടെന്ന് എന്താ സംഭവിച്ചത്, ഇങ്ങനത്തെ ഒരു പോസ്റ്റ് ഇടുന്നു, ഹോസ്പിറ്റലിലാണെന്ന് പറയുന്നു, എന്നാൽ എന്താണ് വിഷയമെന്ന ഏതാണ് വിഷയമെന്ന ഒന്നും പറയാതെ ഇവരുടെ ആ ഒരു ഫോളോവേഴ്സിന്റെ ഇടയിൽ കുറച്ച് ചോദ്യചിഹ്നങ്ങളുമായി കുറച്ച് ചോദ്യങ്ങൾ ഇട്ടുകൊടുക്കുന്ന രീതിയിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ട് പോവുകയാണ്. അങ്ങനെ ഇവരുടെ ഫോളോവേഴ്സ് എല്ലാവരും ഭയങ്കരമായിട്ട് വ്യാകുലപ്പെടുകയാണ്. ഇവർക്ക് എന്ത് സംഭവിച്ചു, അത്രയ്ക്ക് എന്താണ് ഇഷ്യൂ എന്നൊക്കെയുള്ള രീതിയിലായി. അങ്ങനെ കമന്റ് ബോക്സിൽ ഒന്ന് വായിക്കാം. ഈ പോസ്റ്റ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് ഒന്നും മനസ്സിലായില്ല. ഒന്നുകിൽ ഈ പോസ്റ്റ് ഇടാതിരിക്കാമായിരുന്നു, അല്ലെങ്കിൽ എന്താണ് അസുഖം എന്ന് സൂചിപ്പിക്കുകയെങ്കിലും ചെയ്യാമായിരുന്നു. ദീപ്തിയും മറ്റു യൂട്യൂബേഴ്സിനെ പോലെ ആയോ, അതായത് ഇവരുടെ അസുഖം എന്താണെന്ന് സൂചിപ്പിക്കാമായിരുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇടണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ പല രീതിയിൽ ആൾക്കാർ കമന്റ് ബോക്സിൽ സംസാരം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാനൊരു കാര്യം പറയാം, അവരുടെ പേഴ്സണൽ അസുഖം അവർക്ക് പറയാൻ താല്പര്യമില്ലെങ്കിൽ പറയണ്ട, താല്പര്യമുണ്ടെങ്കിൽ പറയാം, അതൊക്കെ അവരുടെ ഇഷ്ടമാണ്. പിന്നെ അവരെ ഒരുപാട് സ്നേഹിക്കുന്ന ആൾക്കാരുണ്ട്. പ്രത്യേകിച്ച് ഇവരൊക്കെ ഈ ലൈഫ് സ്റ്റൈൽ വ്ലോഗ്, ഫാമിലി വ്ലോഗേഴ്സ് പോലത്തെ സെറ്റപ്പിലും കാര്യങ്ങളൊക്കെയാണ് പോകുന്നത്. ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളും ജീവിതത്തിൽ ചെയ്യുന്ന കാര്യങ്ങളുമാണ് ഓരോ വീഡിയോസിലും കാണിച്ചു പോകുന്നത്. പെട്ടെന്ന് ഇവർ വരാതായി കഴിഞ്ഞാൽ ഇവരുടെ ഫോളോവേഴ്സ് എല്ലാവരും അസ്വസ്ഥരാകും, അവർക്ക് ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങും. അതൊക്കെയാണ് ഈ ഫാമിലി വ്ലോഗേഴ്സും ലൈഫ് സ്റ്റൈൽ വ്ലോഗേഴ്സും ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നം. പക്ഷെ നമ്മളെ പോലുള്ളവന്മാര് 10 ദിവസം വീഡിയോ ഇട്ടില്ലെങ്കിൽ ഒരു പട്ടിയും തിരിഞ്ഞു നോക്കത്തില്ല, നമ്മുടെ കാര്യങ്ങളൊന്നും ആരും അന്വേഷിക്കത്തുമില്ല. ആ ഒരു ലെവലിൽ അങ്ങ് പൂർണ്ണമായിട്ട് വീഡിയോസ് കാണുന്ന കുറച്ച് ആൾക്കാർ വന്ന് അവിടെ എന്തടാ നീ വീഡിയോ ഇടാത്തതെന്ന് മാത്രം ചിലപ്പോൾ ചോദിക്കും. അല്ലാണ്ട് നമ്മുടെ പേഴ്സണൽ കാര്യത്തിൽ ആരും കൈ കടത്താറില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പേഴ്സണൽ കാര്യങ്ങൾ പബ്ലിക്കിൽ കാണിക്കാറില്ല. പക്ഷെ ഇവരങ്ങനെയല്ല. ഇവരെ പോലുള്ള ഒരുപാട് വ്ളോഗേഴ്സ് ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ പബ്ലിക്കിൽ കാണിക്കുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് എന്തെങ്കിലും മാറ്റങ്ങളോ സംഭവങ്ങളൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ നാട്ടുകാർ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങും. ഉത്തരം കൊടുക്കേണ്ട ബാധ്യസ്ഥയിലോട്ട് ഇവർ വരും. എങ്ങനെയൊക്കെ കറങ്ങി തിരിഞ്ഞ് പിടിച്ചു നിർത്താൻ നോക്കിയാലും ഇവരവസാനം ഉത്തരം പറയേണ്ടി വരും. ആ രീതിയിലായിരിക്കും കമന്റ് ബോക്സുകളിൽ ചോദ്യങ്ങൾ വരുന്നത്. ഇത്രയും പറയാമെങ്കിൽ എന്താണെന്ന് കൂടി പറഞ്ഞൂടെ. ഇത് ഒരുമാതിരി ആളുകളെ വടിയാക്കൽ പരിപാടി ആയിപ്പോയി, ഒരു എസ് എഴുതി ഇട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ ഇങ്ങനെ പറയാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ തിരിച്ചു മറിച്ച് ആൾക്കാർ പറയാൻ തുടങ്ങിയതിനെ തുടർന്ന് ദീപ്തി തന്നെ രംഗത്ത് വന്ന് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ കുറച്ചധികം കാര്യങ്ങൾ പറയുന്നുണ്ട്. എക്സ് ഹസ്ബൻഡിനെ കുറിച്ചും പറയുന്നുണ്ട്. ഒരുപാട് വീഡിയോകളിൽ എക്സ് ഹസ്ബൻഡിനെ കുറിച്ചിട്ട് ദീപ്തി പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൽ നിന്നും ഉണ്ടായിട്ടുള്ള ഒരുപാട് മോശം അനുഭവങ്ങളും ഇപ്പോഴും കല്യാണം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം ദീപ്തി ശല്യം ചെയ്യുന്നത് അടക്കമുള്ള കാര്യങ്ങൾ ദീപ്തി പങ്കുവയ്ക്കുന്നുണ്ട്. അപ്പോഴും ഞാൻ ആലോചിക്കുന്ന, ആരാടാ ഈ വ്യക്തി? ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്, ഒരു കാണാനും കേൾക്കാനും അറിയാനുമുള്ള
ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്. ഈ മുതലിനെ കുറിച്ചിട്ട് കേട്ടറിവേ ഉള്ളൂ, പക്ഷെ കണ്ടറിവില്ല. ഒരു ഫോട്ടോ എങ്കിലും എന്നുള്ള മൈൻഡിൽ ഞാനിങ്ങനെ ആലോചിച്ചിട്ടുണ്ട്, പലവട്ടം ആലോചിച്ചിട്ടുണ്ട്. സീരിയസ്ലി ഇപ്പം മാത്രമല്ല, പലവട്ടം ഞാൻ ആലോചിച്ചിട്ടുണ്ട്. കാരണം ആളെ കണ്ടിട്ടില്ല. എപ്പോഴും ഇങ്ങനെ ദീപ്തിയെ ഓരോ രീതിയിലും ശല്യം ചെയ്യുന്നത് മാത്രമാണ് കേട്ടിട്ടുള്ളത്. ദീപ്തി തന്നെ പറഞ്ഞിട്ടുണ്ട് പഴയ വീഡിയോസിലും നേരത്തെ മുന്നേക്കുള്ള വീഡിയോസിലും ഒക്കെ ദീപ്തി പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഭയങ്കര ശല്യമാണെന്ന്, ഒരു പൊതു ശല്യമാണെന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇന്ന് കല്യാണം കഴിഞ്ഞതിന് ശേഷവും ദീപ്തിയെ പിന്തുടർന്ന് ശല്യം ചെയ്യുന്നുണ്ടെങ്കിൽ നല്ല അടിയുടെ കുറവെന്നേ ഞാൻ പറയത്തുള്ളൂ. ഉള്ള കാര്യം പറയല്ല, നല്ല പേടിച്ചത് കാവാല നോക്കി കൊടുക്കേണ്ട സമയം കഴിഞ്ഞു. ആ രീതിയിലുള്ള പരിപാടിയാണ് ഇപ്പോഴും കാണിക്കുന്നത്. എന്നാലും ദീപ്തി ഇപ്പോഴും പിന്തുടർന്ന് ഇങ്ങനെ ശല്യം ചെയ്യുന്നതിന് എന്തെങ്കിലും ഒരു അജണ്ട കാണത്തില്ലേ? അങ്ങേർക്ക് എന്തെങ്കിലുമൊക്കെ പറയാൻ കാണത്തില്ലേ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ഇവരുടെ ലൈഫിൽ നടന്ന ഇഷ്യൂസുമായി ബന്ധപ്പെട്ട് അങ്ങേരുടെ ഭാഗം അങ്ങേർക്ക് പറയാൻ കാണത്തില്ലേ? കേൾക്കണ്ടേ? നമുക്ക് നോക്കാം. എന്തായാലും ദീപ്തി പറയുന്ന കേട്ട് നോക്കാം. ആദ്യം അസുഖത്തിനെ പറ്റിയിട്ട്. അങ്ങനെ നീണ്ട 16 ദിവസത്തെ ആശുപത്രിവാസത്തിന് ശേഷം, അതായത് 2 ആശുപത്രികളിലായിട്ട് 16 ദിവസത്തെ ആശുപത്രിവാസങ്ങൾക്ക് ശേഷം ഞാൻ പുറത്തിറങ്ങി. അസുഖത്തിന്റെ കാരണം കണ്ട് ട്രീറ്റ്മെന്റ് എടുത്തതുകൊണ്ട് ഇനി ഫിക്സ് പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്ന് തന്നെ കരുതുന്നു. അതൊരു വലിയൊരു പ്രശ്നങ്ങളിലൂടെയാണ് ഞാൻ കുറേ വർഷങ്ങളായിട്ട് കടന്നു പോയിക്കൊണ്ടിരുന്നത്. അതായത് ദീപ്തിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളുണ്ട്, പിന്നെ ഫിക്സ് പോലത്തെ വിഷയവും ഉണ്ടെന്നാണ് പറയുന്നത്. ഇനി വലിയ ഇഷ്യൂസ് ഒന്നും വരത്തില്ല, ട്രീറ്റ്മെന്റ് ഒക്കെ കറക്റ്റായിട്ട് നോക്കി കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വിഷയമില്ലെന്നാണ് പറയുന്നത്. ഞാനൊരു കാര്യം പറയാം, ഈ അസുഖം എന്ന് പറയുന്ന സാധനം നമ്മൾ മറച്ചു പിടിച്ചിട്ട് നമുക്കൊന്നും കിട്ടാനില്ല, നമ്മൾ തുറന്നു പറഞ്ഞിട്ട് നമുക്കൊന്നും കിട്ടാനില്ല. ഉള്ള കാര്യം പറയാം, തുറന്നു പറഞ്ഞാൽ കുറെ സഹതാപം കിട്ടും, മറച്ചു പിടിച്ചാൽ എന്താ നീ പറയാത്തെന്നുള്ള ചോദ്യമായിരിക്കും. ഇത് രണ്ടുമായിരിക്കും. ഏതായാലും എന്തൊക്കെയായാലും അസുഖം എന്ന് പറയുന്ന സാധനം നമ്മുടെ ശരീരത്തായിരിക്കും, അത് അനുഭവിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. ഇവിടെ ഈ ഭൂമിയിൽ അവസാനിക്കുന്നവരെയൊന്നും ജീവിച്ചിരിക്കാന്ന് പറഞ്ഞൊന്നും നമുക്ക് ആർക്കും ജീവിക്കാൻ പറ്റത്തുമില്ല. ഒരു ദിവസം എന്നാലും ഇവിടെ ജനിച്ചാൽ തിരിച്ചു പോവുകയും ചെയ്യും. അതുകൊണ്ട് ഇവിടെ ജീവിക്കുന്ന കാലമൊക്കെ അടിച്ചു പൊളിച്ചങ്ങ് ജീവിക്കുക, ആർക്കും ശല്യമൊന്നും ഇല്ലാതെ, ആരെയും മാക്സിമം ദ്രോഹിക്കാണ്ട് മറ്റുള്ളവർക്ക് നല്ലത് ചെയ്തൊക്കെ ജീവിക്കാൻ ശ്രമിക്കുക. അസുഖങ്ങളും കാര്യങ്ങളും വന്നു കഴിഞ്ഞാൽ ഫേസ് ചെയ്യുക, ഹോസ്പിറ്റലിൽ പോയി ട്രീറ്റ്മെന്റ് ചെയ്യുക. അതിന്റെ പേരിൽ ഡൗൺ ആവുകയോ മാനസികമായി തളരുകയോ സങ്കടപ്പെട്ടിരിക്കുകയൊന്നും ചെയ്തിട്ട് കാര്യമില്ല. ഞാൻ തന്നെ ഒരു ആക്സിഡന്റ് ആയി പടമായ സമയത്ത് ഞാൻ കരഞ്ഞിട്ടില്ല. ഉള്ള കാര്യം പറയാം, ഞാൻ കരഞ്ഞിട്ടില്ല. എനിക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ട് ഞാൻ കരഞ്ഞിട്ടില്ല. അതാണ് നമ്മുടെ ഒരു മൈൻഡ്. ഇത് മാറും, കുറച്ച് ദിവസം റിക്കവറായി വരും എന്നുള്ളൊരു മൈൻഡിലാണ് ഞാൻ അന്ന് പോകുന്നത്. പക്ഷെ എൻ്റെ അപ്പനൊക്കെ ഒരിക്കൽ വയ്യാതായ സമയത്ത് സത്യം പറഞ്ഞ മാനസികമായിട്ട് തളർന്നിട്ടുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ എനിക്ക് സ്വന്തമായിട്ട് അസുഖമോ എന്ത് തേങ്ങ വന്നാലും ഞാൻ തളരത്തില്ല. അതങ്ങനെയാണ്, താഴത്തില്ലടാ പുഷ്പ. ആ ഒരു സെറ്റപ്പാണ്. നമുക്കാരും നെവർ മൈൻഡ് സാധനത്തിലോട്ട് അങ്ങ് വിടും, നമുക്കതൊന്നും വിഷയമില്ല. വരുന്നിടത്ത് വെച്ച് കാണാം. അല്ലാതെ അസുഖം വന്നെന്നോ വയ്യാതായെന്നോ ആക്സിഡന്റ് ആയെന്നോ പറഞ്ഞ് ഇരുന്ന് മോങ്ങാനോ കരയാനോ സമയം കളയാനോ ഞാനില്ല. ഒരു ദിവസം ജനിച്ചോ ഒരു ദിവസം ജാകും എന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ പോകുന്നവനാണ് ഞാൻ. പറഞ്ഞു എവിടെ കയറി. ഇനി വേറൊരു കമന്റ് ഞാനൊന്ന് വായിക്കാൻ കേട്ടു. കാര്യം അറിഞ്ഞവരെക്കാൾ അറിയാത്തവരായിരിക്കും കൂടുതലും. പോസ്റ്റ് കണ്ടതിൽ പിന്നെ ആദ്യമായി കാര്യം അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം. അത് ആൾക്കാർ അത്രയും ഫ്രസ്ട്രേറ്റഡ് ആയി. കാരണം ദീപ്തിക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളൊരു ക്യൂരിയോസിറ്റിയിലാണ്. ഒന്നുകിൽ ദീപ്തി പറയാതിരിക്കുക, അല്ലാതെ ഇങ്ങനത്തെ രീതിയിൽ ചോദ്യചിഹ്നമായി ഇട്ട് കൊടുക്കുമ്പോൾ ആൾക്കാർ അസ്വസ്ഥരാകും. പ്രത്യേകിച്ച് നിങ്ങളുടെ ആ ഫോളോവേഴ്സും കാര്യങ്ങളൊക്കെ അവരിങ്ങനെ ഇരുന്ന് മുൾമുനയിലിരുന്ന് ആലോചിക്കും എന്ത് തേങ്ങയാണ് സംഭവിച്ചതെന്നുള്ള രീതിയിൽ. അതുകൊണ്ട് അങ്ങനത്തെ ചോദ്യങ്ങൾ ഇട്ട് കൊടുക്കാതിരിക്കുക. ഒന്നുകിൽ ഡയറക്റ്റ് ആയിട്ട് പറയുക, അല്ലെങ്കിൽ മിണ്ടാതിരിക്കുക. കുറച്ച് ദിവസം ഞാൻ ഇല്ലായിരുന്നു, ഇത്രയും പറഞ്ഞാൽ മതി. കുറച്ച് ദിവസം എനിക്ക് കുറച്ച് തിരക്കും കാര്യങ്ങളായിരുന്നു, എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഒഴിയാവുന്നതേ ഉള്ളൂ. അല്ലാതെ എനിക്കിങ്ങനെ കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു, ഹോസ്പിറ്റലിലായിരുന്നു, അത് ഇതെന്നൊക്കെ പറഞ്ഞതിന് ശേഷം അതെന്താണെന്ന് പറയാതെ പോയി കഴിഞ്ഞാൽ ആൾക്കാർ ഇതുപോലെ അസ്വസ്ഥരാകും. അവരുടെ വീട്ടുകാർക്ക് മാത്രം അറിയുമായിരിക്കും. പൂർണ്ണമായും എല്ലാവരോടും പറയാൻ താല്പര്യം ഉണ്ടാവില്ല. എല്ലാവർക്കും അറിയാൻ തന്നെയാണ് ആഗ്രഹം. ഇതിലും വലിയ അസുഖം പല യൂട്യൂബേഴ്സും തുറന്നു പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും ഒരുപോലെ അല്ലല്ലോ. എന്തായാലും അസുഖം പെട്ടെന്ന് തന്നെ സുഖമാകട്ടെ. അപ്പോൾ പിന്നെ ഇങ്ങനെയൊക്കെ പോസ്റ്റ് ഇടേണ്ട കാര്യമില്ലായിരുന്നല്ലോ. അതാണ് ഞാൻ ആ ഒരു ടേണിലാണ് പിടിച്ചിട്ടുള്ളത്. ഹോസ്പിറ്റലിലായിരുന്നു, അസുഖമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പോസ്റ്റ് ഇടുകയും എന്നാൽ എന്താണ് അസുഖം എന്ന് പറയാതാകുമ്പോൾ ഉറപ്പായിട്ട് നിങ്ങളുടെ ഫോളോവേഴ്സ് അസ്വസ്ഥരാകും. അതുകൊണ്ട് തന്നെ എന്താണ് വിഷയം എന്ന് പറയുക, അല്ലെങ്കിൽ ഒന്നും മിണ്ടാതിരിക്കുക. ഇനി ബാക്കി പറഞ്ഞേട്ടെ. എന്തായിരുന്നു എൻ്റെ അസുഖം, അല്ലെ എന്തുകൊണ്ടാണെന്നുള്ളത് ഇനിയും ഞാനത് പറയണോ? അത് പറഞ്ഞ് ഇതിന് 2 വശമുണ്ട്. ഒന്ന്, ഞാൻ പറഞ്ഞു കഴിയുമ്പോൾ അതിനെ വളരെ നെഗറ്റീവായിട്ട് മാത്രം എടുക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ടാവും. അല്ലെങ്കിൽ ഞാനിത് പറഞ്ഞു കഴിയുമ്പോൾ ഒരു പക്ഷേ കുറേ പേര് ഈ ഒരു അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടുന്നുണ്ടാവും. അപ്പം ഞാൻ ആകെ കൺഫ്യൂസ്ഡ് ആണ് എന്ത് ചെയ്യണം എന്നുള്ളത്. എൻ്റെ ബെറ്റർ ഹാഫിനോട് ചോദിച്ചപ്പോൾ കുഞ്ഞാവ് പറഞ്ഞു, നീ നിന്റെ ഇഷ്ടം പോലെ പറയുക, ആരെന്ത് പറഞ്ഞാലും എനിക്ക് നിന്നെ അറിയാം, പിന്നെ നെഗറ്റീവ് പറയുന്നവർ പറയട്ടെ, പോസിറ്റീവ് പറയുന്നവർ പോസിറ്റീവായിട്ട് എടുക്കട്ടെ എന്ന് പറഞ്ഞു. അല്ല പൊന്നു, എനിക്ക് പറയാനുള്ള അസുഖമൊന്നും ഒന്നുമില്ല. നമ്മൾ ഒരു ദിവസം ജനിച്ചാൽ ഒരു ദിവസം ചാവും. എന്തോന്ന് അസുഖം? വന്ന് പോയി ചികിത്സിക്കുക. അസുഖം വന്നാൽ നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിലൊക്കെ ചികിത്സിക്കുക. അല്ലാതെ അസുഖം വന്നെന്ന് പറഞ്ഞാൽ നമ്മൾ ഡൗൺ ആവേണ്ട കാര്യമില്ല. ഒരു അസുഖം ഉണ്ടെന്ന് പറഞ്ഞ് പറയാതിരിക്കണമെന്നൊന്നും ഞാൻ പറയത്തില്ല. വേണ്ടെങ്കിൽ പറ. ആ ഒരു മൈൻഡ് സെറ്റാണ് ഞാൻ ഈ കേസിലൊക്കെ കേട്ടോ. നമുക്ക് അങ്ങനെയൊന്നും നമ്മൾ ഡൗൺ ആവത്തില്ല. പുഷ്പ താഴത്തില്ലടാ. ഇനി പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അസുഖം മാത്രമല്ല, നമുക്ക് അതിലോട്ട് പോവാം. നമുക്ക് എല്ലാവർക്കും ഒരു ബയോളജിക്കൽ സൈക്കിൾ ഉണ്ട് ലൈഫിൽ.
കമന്റിൽ ഞാൻ കണ്ടു, ഇതൊന്നും എനിക്ക് അറിയാൻ വയ്യാത്തല്ല, നമുക്ക് നല്ല ജീവനുള്ള എല്ലാത്തിനും ഉണ്ട്, എപ്പോൾ ഉണരണം, എന്ത് ചെയ്യണം, എങ്ങനെ ശരീരത്തിന്റെ ഓരോ അവയവങ്ങളും പ്രവർത്തിക്കണമെന്നുള്ള വ്യക്തമായ ഒരു നമ്മളെ സൃഷ്ടിക്കുമ്പോഴേ അങ്ങനെ ഉള്ളതാ, എല്ലാവർക്കും ഉള്ളതാ. അത് ഞാൻ മനഃപൂർവ്വം മുടക്കി എന്നാണ് എന്നിൽ എല്ലാവരും കണ്ട തെറ്റ്. അതായത് ഞാൻ സമയത്ത് ഉറങ്ങുന്നില്ല, ഞാൻ സമയത്ത് ഉണരുന്നില്ല, സമയത്ത് അർദ്ധരാത്രിയിൽ ഞാൻ തോട്ടിക്കൂടെ നടക്കുന്നു, കാട്ടിക്കൂടെ നടക്കുന്നു, ആറ്റിക്കൂടെ നടക്കുന്നു, ഇങ്ങനെ പല കാര്യങ്ങളും ഞാൻ കേട്ടു. പക്ഷേ അത് എന്തുകൊണ്ട് എന്ന് മാത്രം ആരും ചിന്തിച്ചില്ല. വെറുതെ ഒരു വ്യക്തി അങ്ങനെ ചെയ്യത്തില്ലല്ലോ, വെറുതെ ഒരാൾ ഉറക്കം വളച്ചിരിക്കത്തില്ലല്ലോ, വെറുതെ ഒരാൾ ഉറക്കം ഇല്ലാതെ ഇരിക്കത്തില്ലല്ലോ. എല്ലാത്തിനും ഒരുപാട് കാരണങ്ങളുണ്ട്. എനിക്ക് എൻ്റെ കാരണങ്ങൾ ചിലപ്പോൾ ചിലർക്കത് ജെന്യൂനായിട്ട് തോന്നും, ചിലർക്കത് അയ്യേ ഇത്രേ ഉള്ളൂ എന്ന് തോന്നും. അതത്രേ ഉള്ളൂ കേട്ടോ. നമ്മുടെ വിഷമമാണ് നമുക്ക് ഏറ്റവും വലുത്. മറ്റുള്ളവരുടെ വിഷമം നമുക്ക് അയ്യേ എന്ന് ചിലപ്പോൾ തോന്നും. നമുക്ക് നമ്മുടെ വിഷമം എപ്പോഴും വലുത് തന്നെയാണ്. അത് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എല്ലാ വിഷമവും ഉള്ളിൽ ഒതുക്കി നടക്കുന്ന ആൾക്കാർ ഈ ലോകത്തുണ്ട്. എല്ലാ വിഷമങ്ങളും തുറന്നു പറയുന്ന ആൾക്കാർ ഈ ലോകത്തുണ്ട്. നമ്മൾ മറ്റൊരാളുടെ അടുത്ത് നമ്മളെ വിഷമം തുറന്നു പറയുമ്പോൾ നമ്മൾ വിചാരിക്കും അവർക്ക് സങ്കടം വരും, സഹതാപം കാണും എന്നൊക്കെ തോന്നും. പക്ഷെ ഒരു 90% അവര് ഉള്ളിലെങ്കിൽ നിനക്കിത് വേണോടാ എന്നുള്ളൊരു സംഭവം പറയും. പക്ഷെ നമ്മളെ അറിഞ്ഞുകൂടാത്ത എവിടെയെങ്കിലും ഇരുന്നു കൊണ്ട് നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാരുണ്ടാവും, പ്രത്യേകിച്ച് ഓഡിയൻസിനെ പോലുള്ള ആൾക്കാർ. അവർക്ക് നമുക്കൊരു വിഷമം വന്നു കഴിഞ്ഞാൽ അവർക്ക് നല്ല വിഷമം വരും. പക്ഷെ നമ്മുടെ അടുത്തിരിക്കുന്ന, നമ്മളറിയാവുന്ന ഏറ്റവും അടുത്തുള്ള ആൾക്കാർക്ക് നമുക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ, നമുക്കൊരു അസുഖം വന്നു കഴിഞ്ഞാൽ ഉള്ളുകൊണ്ടെങ്കിലും ചിലപ്പോൾ ഒരു നിമിഷമെങ്കിലും അവനിത് കിട്ടേണ്ടത് തന്നെ എന്ന് ചിലപ്പോൾ തോന്നിയേക്കും, പറയാൻ പറ്റത്തില്ല. എന്നാൽ നമ്മൾ ഒട്ടും അറിയാത്ത ആൾക്കാരായിരിക്കും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതും നമുക്ക് വേണ്ടി നിൽക്കുന്നതും എന്നൊക്കെ തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതൊക്കെ ഒരു സത്യമാണടേ. അതങ്ങനെയാണ് ജീവിതോടെ. ഇങ്ങനെയൊക്കെ അങ്ങ് ജീവിച്ച് തട്ടിമുട്ടിയൊക്കെ പോണം. ഞാൻ എവിടെയൊക്കെ എന്തൊക്കെയോ ചിന്തിക്കുക, അതാണ് വിഷയം. ഇനി അതുപോലെ ദീപ്തിയുടെ എക്സ് ഹസ്ബൻഡ്, ഇങ്ങേര് ഇതുവരെ ശല്യം ചെയ്ത് തീർന്നില്ല. ഇങ്ങേര് വലിയ തൊല്ലയായിട്ട് മാറിയിട്ടുണ്ട്. തൊല്ലയായിട്ട് മാറിയിട്ടുണ്ടോന്ന് വെച്ച് കഴിഞ്ഞാൽ ദീപ്തി ഇപ്പോൾ വേറെ കല്യാണം കഴിച്ചു പോയിട്ടും ഇങ്ങേര് വിടുന്നില്ലടേ. എന്ത് വേണേ, ഇവനെയൊക്കെ ഇനി മുമ്പ് നാറ്റിക്കേണ്ട സമയം കഴിഞ്ഞ്. എന്തായാലും അവനെ കുറിച്ചിട്ട് ദീപ്തി പറയുന്നത് കേട്ടു നോക്കാം. 2-3 ദിവസമായിക്കൊണ്ട് എന്റെ ഞാൻ പറയില്ല, കഴിഞ്ഞ 2-3 ദിവസമായിക്കൊണ്ട് അദ്ദേഹം, അതായത് എക്സ് ഹസ്ബൻഡ്, വളരെ കണ്ടിന്യൂസ് ആയിട്ട് ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുന്നു. ഞാനിത് പറയണോ വേണ്ടതെന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ ആദ്യം ആളുടെ അടുത്ത് തന്നെ ഞാൻ പറഞ്ഞു എന്നെ വിളിക്കേണ്ട, എനിക്ക് സംസാരിക്കാനും കേൾക്കാനും പറയാനും ഒന്നുമില്ല. ഫോൺ ഞാൻ കുഞ്ഞാവയുടെ കൊടുത്തു. കുഞ്ഞാവയാണ് സംസാരിച്ചത്. അവർ തമ്മിൽ എന്താ സംസാരിച്ചതെന്ന് ഞാൻ അങ്ങോട്ട് ചോദിക്കാനും പോയില്ല. അവരെന്നോട് അറിയണമെന്ന് വെച്ചപ്പോൾ ഞാൻ എനിക്ക് അറിയാൻ വേണ്ട പറഞ്ഞു. അപ്പോൾ ഞാൻ ഫോൺ വഴി പലതവണ പറഞ്ഞു. കുഞ്ഞാവയും പലതവണ പറയുന്നത് കേട്ടു, വിളിക്കേണ്ട, എനിക്ക് പ്രത്യേകിച്ചൊന്നും അറിയാനില്ല എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. പബ്ലിക്കിനെയോ പബ്ലിക് മീഡിയയോ താങ്കൾക്ക് അല്പമെങ്കിലും ഭയമുണ്ടെന്നുണ്ടെങ്കിൽ ദയവായി വിളിക്കാതിരിക്കുക. എന്നെക്കൊണ്ട് വെറുതെ ഇതുവരെ ഞാൻ നിങ്ങളുടെ എന്തെങ്കിലും ഒരു ശകലം ഭാവി ഉണ്ടെങ്കിൽ അത് നഷ്ടപ്പെടുത്തണ്ടല്ലോ എന്നോർത്തിട്ട് ഞാൻ താങ്കളുടെ ഫേസോ താങ്കളെ പറ്റിയിട്ടുള്ള ഐഡന്റിറ്റി എങ്ങും ഞാൻ റിവീൽ ചെയ്തിട്ടില്ല. ഒരു ഫോട്ടോ പോലും ഞാൻ പുറത്ത് വിട്ടിട്ടില്ല. എന്നെക്കൊണ്ട് ദയവ് ചെയ്ത്, ഞാനിപ്പോൾ വളരെ സന്തോഷവും സമാധാനവുമായി പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നെ എൻ്റെ വഴിക്ക് വിട്ടേക്കുക. എന്നെ പൊന്നുപോലെ നോക്കുന്ന ഒരു ഭർത്താവ് എനിക്കുണ്ട്, നല്ലൊരു കുടുംബമുണ്ട്. അവർക്ക് അറിയാം പിന്നെ എന്താ ഞാൻ എന്താണെന്നും എങ്ങനെയാണെന്നും എല്ലാം അവർക്കറിയാം. അവിടെ അതിനിടയ്ക്ക് വന്ന് എന്തെല്ലാം പാര വെക്കാനോ ഇനി ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് സന്തോഷമാണ് നേടുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. വെറുതെ ഒന്നും കേൾക്കാൻ പോകുന്നില്ല, പ്രത്യേകിച്ച് കുഞ്ഞാവയുടെ അടുത്ത് ഒന്നും കേൾക്കാൻ പോകുന്നില്ല. എക്സ് ഹസ്ബൻഡ് അണ്ണാച്ചിയുടെ എനിക്ക് കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അണ്ണാച്ചി എന്റെ വീഡിയോ എന്തായാലും കാണൂല. ഇനി എങ്ങാണ്ട് കൈതട്ടി കണ്ട അണ്ണാച്ചി ഒന്നും മനസ്സിലാക്കിയോ, നാണം ഇല്ലേടാ തനിക്ക്. ഇത്രയൊക്കെ അവരെ ദ്രോഹിച്ച് ഇനിയും പിന്നാലെ നടന്ന് എന്ത് കീരവത്തിനാണ്, എന്ത് തേങ്ങാക്കൊല വളർത്താനാണ് ഈ പരിപാടി ചെയ്യുന്നത്? വേറെ ജോലിയൊന്നുമില്ലേ? വല്ല പണിക്കും പോയിക്കൂടെ തനിക്ക്? എന്ത് കഷ്ടമെന്ന് വെച്ച് കഴിഞ്ഞാൽ പരമഷ്ടം. ഇതുപോലെ ഒരു ഉളുപ്പില്ലാത്തവനെ കുറിച്ച് ഞാൻ ജീവിതത്തിൽ കേട്ടിട്ടില്ല. അവർക്ക് തന്നെയും വേണ്ട, തനിക്ക് അവരെയും വേണ്ടെങ്കിൽ പിന്നെ എന്ത് തേങ്ങയ്ക്കാണ് അവരെ പിന്നാലെ നടന്ന് ശല്യം ചെയ്യുന്നത്? ഇങ്ങനെ ഒരു ഊളാളെ ഞാനൊന്നും പറയുന്നില്ലടേ, എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. എനിക്ക് അത്രേ പറയാനുള്ളൂ. ബാക്കി ഞാൻ എന്തുകൊണ്ടാണ് ഈ എൻ്റെ സർക്കേഡിയൻ ഋതം എന്തുകൊണ്ടാണ് എൻ്റെ തലതിരിഞ്ഞു പോയത് എന്നുള്ള റീസൺ കണ്ടെത്തി ട്രീറ്റ് ചെയ്തു എന്നുള്ളതിലല്ല. എനിക്ക് എൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ട ഏറ്റവും വലിയ ഹെൽപ്പ് എനിക്ക് എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇത്തവണ ഞാൻ പലതവണ ശ്രമിച്ചതാണ് ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ. പക്ഷേ ഞാൻ പാതി വഴിയിൽ പരാജയപ്പെട്ട ഒരു വ്യക്തിയാണ്. പക്ഷേ ഇത്തവണ എന്നെ വിടാതെ മുറുകെ പിടിച്ച് എൻ്റെ ഭർത്താവ് ഉണ്ടായിരുന്നു, എൻ്റെ കുഞ്ഞാവുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ വിജയിച്ചിരിക്കുന്ന ഒരവസ്ഥയിലാണ്. പക്ഷേ എന്ന് വെച്ച് പെട്ടെന്ന് കഴിഞ്ഞു ഓക്കെ എന്നല്ല, ഇനിയും വേണം, കുറേ നാളും കൂടെ അതിൻ്റെ ഒരു കണ്ടിന്യൂസ് ട്രീറ്റ്മെൻറ്റ് ഉണ്ടാവും. അതും നടക്കട്ടെ, ഞാൻ നോക്കട്ടെ. എൻ്റെ സമയം പോലെ പെട്ടെന്ന് ഇപ്പോൾ എനിക്ക് അതേപ്പറ്റി പറഞ്ഞൊരു ഇമോഷണൽ ആവാനോ ഒന്നിനും അങ്ങോട്ട് ഇത് വേണ്ട. ഞാൻ തീർച്ചയായിട്ടും ഞാനിതൊരു അവയർനെസ് എന്ന രീതിയിൽ ഞാൻ എന്താണ് എനിക്ക് സംഭവിച്ചത്, എങ്ങനെയാണ് എൻ്റെ ജീവിതത്തിൻ്റെ താളം തെറ്റിയത് എന്നുള്ളത് ഞാൻ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. കുറേ പേര് കളിയാക്കുന്നവർ കളിയാക്കട്ടെ, റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർ ചെയ്യട്ടെ. പക്ഷേ രക്ഷപ്പെടുന്നവർ ഒരാളെങ്കിലും ഒരാൾ എന്ന് വെച്ചാലും നമ്മൾ ഹാപ്പിയാണ്. അല്ല, നിങ്ങളുടെ ലൈഫിൽ അത്രയ്ക്ക് എന്തെങ്കിലും വിഷയം ഉണ്ടായി, ആ അസുഖം എന്തെങ്കിലും അത്രയ്ക്ക് മാരകമാണെങ്കിൽ ഉറപ്പായിട്ട് അതുപോലത്തെ ഇഷ്യൂസ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും അവയർനെസ് ആയിട്ട് കാര്യങ്ങളൊക്കെ പറയാനുണ്ടെങ്കിൽ ഉറപ്പായിട്ട് വീഡിയോ ചെയ്ത് ഇടുന്നത് നല്ലൊരു കാര്യമായിരിക്കും. അല്ലാണ്ട് എനിക്ക് ഇത്രയും വലിയ മാരക രോഗമാണ് അല്ലെങ്കിൽ എന്തോ വലിയ ഇഷ്യൂ ആണ് എന്ന് പറഞ്ഞ് നമ്മൾ സമൂഹത്തിൽ നിന്ന് മാറിയിക്കേണ്ട കാര്യമില്ല, പേടിക്കേണ്ട കാര്യമില്ല. അതിനെന്തെങ്കിലും റെമഡീസ് ഉണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാകുമെങ്കിൽ ഉറപ്പായിട്ട് അത് പറഞ്ഞു കൊടുക്കുന്നതിൽ ഒരു തെറ്റുമില്ല. ഓക്കെ ആയതിനു ശേഷം വളരെ വിശദമായിട്ട് പറയുക. അതിന്റെ പേരിൽ നിങ്ങൾ ആരെങ്കിലും കളിയാക്കുകയോ നാണം കെടുത്തുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ അതിന്റെ കാര്യം നമ്മളെ പോലുള്ളവന്മാരെ നോക്കിക്കോളാം, നല്ല ഒന്നാം തരം മറുപടി കൊടുക്കാന്ന്. അല്ലാണ്ട് അതൊന്നും പേടിച്ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല. എനിക്ക് മാരേജ് വരെ ഒരു പ്രോബ്ലം ഇല്ലായിരുന്നു. 18 വയസ്സിലായിരുന്നു മാരേജ്. പിന്നെ ഫിക്സിന്റെ സിംറ്റംസ് കണ്ടു തുടങ്ങി. സെക്കൻഡ് ഡെലിവറി
ഫുൾ ഓഫ് കോംപ്ലിക്കേഷൻസ്. അൺകോൺഷ്യസ് ആയി പിറ്റേ ദിവസമാണ് എഴുന്നേറ്റത്. അപ്പോൾ ഹോസ്പിറ്റലിൽ ആണ് തൊട്ട് ഞാൻ മെഡിസിൻ കഴിക്കുന്ന. 3 ഇയറായി. ഇറ്റ്സ് ഫുൾ ബിക്കോസ് ഓഫ് സ്ട്രെസ്, ഇറിറ്റേഷൻ, ഒറ്റപ്പെടുത്തൽ, കുറ്റപ്പെടുത്തൽ. ഹസ്ബൻഡ് ഇപ്പോൾ സപ്പോർട്ടീവ് ആണ്. വീട് വെച്ച് സുഖം. അതായത് എന്തോ ഫാമിലി ഇഷ്യൂസ് ആണ് ഈ ലേഡി ഇവിടെ കമന്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇപ്പൊ വേറെ വീട് വെച്ച് സുഖമായിട്ട് താമസിക്കുന്നു. ഇത്ര ദിവസം സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഇട്ട് അയ്യോ എന്നുള്ള അവസ്ഥയായിരുന്നു. എന്തായാലും അങ്ങനെയൊന്നും പേടിക്കണ്ട, അടിപൊളിയായിട്ടൊക്കെ എല്ലാവരും പോകാൻ നോക്ക്. അല്ലെങ്കിൽ തന്നെ ഈ അമ്മായിയമ്മ, മരുമകൾ, അമ്മായിയച്ഛൻ പോരൊക്കെ എന്തിനാണ് ചാകുമ്പോൾ നമ്മൾ ഇതൊക്കെ എന്ത് ഇവിടെ എനിക്കൊന്നും പറയില്ല, പറഞ്ഞാൽ കൂടി പോടെ. എന്തായാലും ദീപ്തി ടീച്ചർ ഹാപ്പിയാണ്. ലാസ്റ്റ് പറയുന്ന ഒരു ക്ലിപ്പ് കൂടി കണ്ടുനോക്കാം. പ്രശ്നങ്ങൾ കണ്ടുപിടിച്ച് പരിഹരിച്ച് വേണ്ട രീതിയിൽ അത് ഫോളോ ചെയ്ത് എട്ടവും ബലവും വിടാതെ എന്റെ ഭർത്താവിനെ സമയത്ത് മരുന്ന് കഴിപ്പിച്ച് ഭക്ഷണം കഴിപ്പിച്ച് എന്നെ ഉറക്കുന്നത് കൊണ്ട് എനിക്ക് പോലും കുഴപ്പമില്ല. ഇനി അടിപൊളിയുടെ ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റട്ടെ. ഇതുപോലത്തെ വള്ളികളൊന്നും വന്ന് വിടാതിരിക്കട്ടെ. പിന്നെ എക്സ് ഹസ്ബൻഡ് മുറാച്ചി, അണ്ണാച്ചി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വാ സംസാരിക്കുക. ഞാൻ വെറുതെ ഇരിക്കുകയാണ്. അണ്ണാച്ചിക്കും അല്ലാതെ സംസാരിക്കണ്ടെങ്കിൽ വാ എന്നെ വിളി. ഞാൻ ഇത് വെറുതെ ഇരിക്കുന്നു. എന്തെങ്കിലുമൊക്കെ നമുക്ക് മിണ്ടിയും പറഞ്ഞിരിക്കുക. അല്ലാണ്ട് എന്തുവാ ഇത്? അവരെനിയും പിന്നാലാണ് ശല്യം ചെയ്യാതെ. എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? എനിക്കങ്ങോട്ട് ചൊറിഞ്ഞ് കിഴിഞ്ഞ് കഴിഞ്ഞൊക്കെ വരുന്നു. എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താക്കുമ്പോൾ പുതിയൊരു വീഡിയോ ഇടണം.